ഹലോ, കാനഡയിൽ ഈ പ്രശ്നത്തെ മഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ക്ലയൻറ്റിലെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു വീഡിയോ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഫുള്ള് മഞ്ഞായിരുന്നു. ഇതാണ് കേട്ടോ പുള്ളിയുടെ വീട്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് അതിൻ്റെ കൂടെ ഒരു ബാണുണ്ട്. ഈ ബാണിൽ പുള്ളിക്ക് നേരത്തെ ഒത്തിരി കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പോണി മാത്രമേ ഉള്ളൂ. പോണി എന്ന് പറഞ്ഞാൽ ഇവിടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ റൈഡ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു ടൈപ്പ് കുഞ്ഞു കുതിരയാണ്. അപ്പോൾ ഇതിനെ ഇന്നലെ പുള്ളി വെളിയിറക്കിയതാണ്. അപ്പോൾ ഇന്ന് ഭയങ്കര മഞ്ഞായതുകൊണ്ട് നമ്മൾ അതിനെ ബാണിൻ്റെ അകത്തേക്ക് കയറ്റുവാണ്. അപ്പം പുള്ളി ഒരു സൈഡിൽ നിന്നിട്ട് ഞാൻ വേറെ സൈഡിൽ നിന്നിട്ടും അതിനെ പേടിപ്പിച്ച് അകത്തേക്ക് കയറ്റാണ് നോക്കുന്നത്. പക്ഷേ അതിനകത്തേക്ക് കയറാൻ ഇഷ്ടമല്ല. തന്നെ താമസിക്കുന്നതുകൊണ്ട് വേറെ അതിന് കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതിനകത്ത് കയറാൻ ഇഷ്ടമല്ലാത്തത്. പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഒത്തിരി നേരം ട്രൈ ചെയ്തു, അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് ട്രൈ ചെയ്തു. പിന്നെ എങ്ങനെയൊക്കെയോ പുള്ളി അകത്തേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. ഇതാണ് കേട്ടോ പുള്ളിയുടെ ബാണ്. പുള്ളിയുടെ വീട് 1950 ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് അതിനേക്കാളും ഓൾഡാണെന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി മെയിൽ ചെക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയൊക്കെ പോയി. ഇവരുടെ മെയിൽ ബോക്സ് റോഡിൻ്റെ ഇപ്പുറത്തൊക്കെ ആയതുകൊണ്ട് രണ്ടുപേരും പ്രായമായത് താമസിക്കുന്നതുകൊണ്ട് പാടാണ്. അപ്പം അതൊക്കെ ചെയ്ത് പിന്നെ അവർക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞു. അപ്പോൾ ഇന്നും നാളെ ഇവിടെ നമുക്ക് മഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുള്ള പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. എനിക്ക് വണ്ടീസിൽ സ്നോ ടയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അപ്പോഴും മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സ്നോ പ്ലോവിങ്ങും സോൾട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. സൂര്യനൊക്കെ നമുക്കിവിടെ കാണാമെന്നുണ്ടെങ്കിലും വലിയ ചൂടൊന്നുമില്ല. പുള്ളി അവിടെ ഒളിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. ഇനി അറൗണ്ട് ഒരു മാർച്ച് വരെ ഈ സെയിം കാലാവസ്ഥയായിരിക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കാണാം. ഓക്കെ, ബൈ.